Without you, this program would have not been possible. I welcome you all in the name of the Lord and Savior Jesus Christ. Let's have a wonderful fellowship together. You are the light of the world. A city that is set on the hill cannot be hidden, nor your Father in heaven. Philippians 2, verse 12 to 16. Therefore, my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation without fear and trembling. For it is God who works in you both to do will and to do for his good pleasure. Do all things without complaining and disputing, that you may become blameless and harmless, children of God without faults in the world, holding fast the word of life, so that I may rejoice in the day of Christ, that I have not run in vain or labored in vain. നിങ്ങളെല്ലാവരുടെ ഇരിപ്പൊക്കെ കണ്ടാൽ ഏതാണ്ട് ഫ്യൂണറൽ സർവീസിന് ഇരിക്കുന്ന പോലെ മസിലൊക്കെ ഒന്ന് വിട്ട് ഇച്ചിരി റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ട് പല്ലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അത് സന്തോഷമായിരിക്കും. നിങ്ങളെ കണ്ടാൽ ഒരു പരിപാടി ചെയ്യാൻ തോന്നുകയില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കണം, മസിലൊക്കെ വിട്ടിരിക്കണം. ഈ മസിലൊക്കെ ചിലപ്പോൾ ഇപ്പൊ ഷർട്ടൊക്കെ കീറിപ്പോകും. ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്ന് ഈ പ്രോഗ്രാം ആസ്വദിക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം ശരിക്കും ആസ്വദിച്ച് മടങ്ങി പോകണം. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അതൊരു വലിയ എൻകറേജ്മെന്റ് ആണ്. ഒരു പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ നല്ല ശബ്ദത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ പറഞ്ഞയക്കണം. എന്നാൽ മാത്രമേ ഇനിയും ഇവരുടെ താരന്തുകളൊക്കെ തുറന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ബി ഫ്രീ, ബി ഹാപ്പി, ലെറ്റ് us enjoy this event. May God
He's blessed us. And being a part of the youth of this church, I really want to say that this year has been a really blessed year. We've seen a lot of changes in the youth of our assembly. God has blessed us with wonderful leaders in our church, and this time we are proud to say that we are taking one step forward. And it's a serious miracle because even till the beginning of this month, we never knew that on 15th this program would take place. But yes, we know that anything is possible if God's grace is sufficient for us. So thank you, Sneha, for singing such a meaningful song today, which shows us like what God has done for us for 1 year of our life. And it's very amazing. I really appreciate people who sing because that's one difficult talent. And when God blesses you with it, it is very necessary that you build on it. And Sneha, it's been really shown that you are building on God's talent. And may God bless you that you may be a useful vessel for Christ. Now, this is one of our favorites. It's our little master, Milind, who's going to come and showcase his talent for us. സങ്കീർത്തനങ്ങൾ 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വരിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഏർപ്പെടുത്തൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആട്ടിൻകുട്ടിയെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാട്ടിപ്പാട്ടുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. സങ്കീർത്തനങ്ങൾ 23. യഹോവയുടെ വന്ന് എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയ പുല്ലുകളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നതിന്റെ പ്രാണനെ അവൻ തടിപ്പിക്കുന്നു. തീർന്നവനെ നീതിപാതകൾ നടത്തുന്നു. കോരൽ തലവരോട് നടന്നാലും ഞാൻ അനന്തവും ഭയപ്പെടയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ല, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണിക്കാൻ നീ എനിക്ക് വരി നിൽക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണ എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ അടുത്ത് ദീർഘകാലം വസിക്കും. സങ്കീർത്തനങ്ങൾ 34. ഞാൻ യഹോവയുടെ കാലത്തും അടുത്ത സ്തുതി എപ്പോഴും നന്മയായിരിക്കും. എന്റെ ഉള്ളമേലോട് പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ജനതയെ മേമപ്പെടുത്തുക, നാമനെ ചെന്ന് നടത്തി ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചാണ് എനിക്ക് ഉത്തരം അറിയേണ്ട. സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അങ്കിലേക്ക് നോക്കിയാൽ പ്രകാശത്തിനായി അവർ മുഖം ലജ്ജിച്ചു പോലുമില്ല. ഈ ഇലയിൽ നല്ല വിളിച്ചു യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യഹോവയുടെ ദൂതർ അണ്ടഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ നിന്ന് രുചിച്ചറിയവൻ, അവനെ ശരണമായിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ ദൂതന്മാരെ അവനെ ഭയപ്പെടുവാൻ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടലല്ലോ. ബാലസംഘങ്ങളിൽ ഏർക്കിട്ട ദേശം നിൽക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നെന്നേക്കും കുറവില്ല. മക്കളെ ഒന്നെനിക്ക് ചെയ്തു തരുവേൻ. യഹോവയുടെ ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതും ദുർഗശിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യുന്നതിന്റെ നാവിനെയും വചം പറയാൻ ദൈവത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ശരി അവരുടെ നിർവഹിക്കാൻ തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ആത്മീയ ഭൂമിയിൽ നിന്ന് ജയിച്ചു കളയുന്ന യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം തുറന്നവർക്ക് യഹോവ സമീപസ്ഥ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനന്തങ്ങൾ അസംഖ്യമാകുന്നു. വെള്ളത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനന്തം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവരെ ശിക്ഷ ലഭിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ക്ഷണമാക്കുന്നവരെ ശിക്ഷനെ ഭയക്കില്ല. സങ്കീർത്തനങ്ങൾ 100. സകല ഉപവാസികളെ കൽപ്പെടുവൻ. സന്തോഷത്തോടെ ഇവരെ സേവിപ്പൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ അറിവൻ. യഹോവ തന്നെ ദൈവം അറിവൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനം അവനിരിക്കുന്ന ആളുകളും തന്നെ. അവന്റെ വകയിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവൻ. യഹോവ നല്ലവനല്ല, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 121. ഞാൻ എന്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് വരുത്തുന്നു. എനിക്ക് സഹായം എവിടുന്നേലും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ എഴുതാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ദോഷം കണ്ടവർ നിന്നെ പരിപാലിക്കും.
യഹോവ നിന്റെ പ്രാണനെയും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രധാന വാർത്തകൾ. എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഷണ്ടനെ മുക്കിക്കൊല്ലാൻ ശ്രമം നടന്ന ആരോപണം. മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച യുവാവിന് ജീവിതത്തിലേക്ക് അത്ഭുതം തിരിച്ചു വരുന്നു. വിലക്കപ്പെട്ട പഴം പറിച്ചു നിന്നവർ പിടിയിലായി. പ്രായത്തിൽ സെഞ്ചർ നേടിയ അബ്രഹാമിന് ഇരട്ടി മകനുമായി ഒരു ആൺകുഞ്ഞു പിറന്നു. ആശംസകൾ അറിയിക്കാൻ വൻ ജനാവലി. പേർഷ്യൻ സുന്ദരിപ്പട്ടം ഇത്തവണ ഇസ്രായേൽക്കാരി എസ്തറിന്. അബ്രഹാം കോടിപതിയായി ലക്ഷപ്രഭുവായ ലോകത്തിനെ മറികടന്നാണ് അബ്രഹാം ആ സ്ഥാനത്തിന് അർഹനായത്. നീതിയുടെ കിരീടം തനിക്ക് അർഹതപ്പെട്ടതെന്ന് അവകാശവാദവുമായി പൗലോസ് രംഗത്ത്. ലോക മുത്തച്ഛനായി മെതുശലേഖന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചു. കല്ലറയ്ക്കുള്ള മാരത്തോണിൽ യോഹന്നാൻ സ്വർണം. 40 രാവും 40 പകലും പെയ്ത മഴയിൽ വൻ ജലപ്രളയം. ഒരു കുടുംബം മാത്രം അതിശയകരമായി രക്ഷപ്പെട്ടു. മിസ്രൈമിൽ കൽമഴ. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വൻ നാശനഷ്ടമായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഷണ്ടനെ മുക്കിക്കൊല്ലാൻ ശ്രമം നടന്നതായി ആരോപണമുണ്ടായതിനെ തുടർന്ന് രാജ്ഞി അന്വേഷണത്തിന് ഉത്തരവിടുകയും പോലീസിന്റെ കേസ് അന്വേഷണത്തിന് ഫിലിപ്പോസിനെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ഫിലിപ്പോസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തായത്. മുക്കിക്കൊല്ലാനുള്ള ശ്രമം അല്ലായിരുന്നെന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ സ്നാനം എന്ന മഹത്തായ കൽപ്പന അനുസരിക്കുകയായിരുന്നുവെന്നും ഷണ്ടന്റെ പൂർണ്ണ അറിവോടും കൂടെയാണെന്നും അറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഫിലിപ്പോസിനെ വിട്ടയച്ചു. ഷണ്ടന്റെ പരാതിയൊന്നുമില്ലെന്ന് എഴുതി കൊടുത്തതായും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. മുഗൾ നിലയിൽ നിന്ന് താഴെ വീണ യൂത്തിക്കോസ് എന്ന യുവാവിന് അത്ഭുത തിരിച്ചുവരവ്. പൗലോസ് എന്ന പ്രസിദ്ധനായ പ്രഭാഷകന്റെ നീണ്ട പ്രസംഗത്തിനിടെയാണ് ഈ സംഭവം നടന്നത്. പ്രവാസിയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ഹെലൻ ലൈനിലുണ്ട്. ഹലോ ഹെലൻ. ഹെലൻ, എന്താണ് അവിടുത്തെ അവസ്ഥ? ഹലോ സുകന്യ, നാട്ടുകാർ ഓടിക്കൂടിയിട്ടുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് യൂത്തിക്കോസ്. ഇനി ആരെങ്കിലും സഭായോഗത്തിൽ ഇരുന്ന് ഉറങ്ങിയാൽ 500 രൂപ ഫൈൻ ഉണ്ടാകുമെന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ്. ഇനി മേലാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ സർക്കാർ ഉത്തരവാദികളാവില്ല എന്നാണ് അറിയിപ്പ്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം എലൻ ചാർലി. പണം പറിച്ചു തിന്ന ഒരു കുടുംബം പോലീസ് കസ്റ്റഡിയിൽ. ആർത്തിപൂത്ത വ്യക്തികൾ കർശനമായി നിയമത്തെ കാറ്റിൽ പരത്തി. കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം ഒഴികെ ബാക്കിയൊന്നും അവർ കഴിച്ചതായും അറിവില്ല. കോടതി കേസ് വിസ്താരം നടത്തുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. പ്രായത്തിൽ സെഞ്ചുറി നേടിയ അബ്രഹാമിന് ഇരട്ടി മധുരമായി ഒരു ആൺകുഞ്ഞ് പിറന്നു. നാട്ടിൽ വാർത്ത പരത്തുകയും ആശംസ അറിയിക്കുവാനും വൻ ജനാവലി കൂടുകയും ചെയ്തു. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അന്വേഷിക്കാൻ പല ഡോക്ടർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ സൗന്ദര്യ മത്സരത്തിൽ പേർഷ്യൻ സുന്ദരിപ്പട്ടം ഇസ്രായേൽക്കാരി എസ്തറിന്. വാശിയേറിയ മത്സരത്തിൽ അവസാന റൗണ്ടിലാണ് മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് എസ്തർ ഈ സ്ഥാനത്ത് അർഹയായത്. മറ്റു സുന്ദരിമാർക്ക് അസൂയ മൂത്ത് ബോധക്ഷയം ഉണ്ടായതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും എസ്തറിന് ഇനിയും സ്വർണ്ണകാലായിരിക്കുമെന്ന് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. എന്നറിഞ്ഞ പല വിശ്വാസികളും അബ്രഹാമിന്റെ ഭവനത്തിന് ചുറ്റും കുത്തിയിരിപ്പായി. പല സഭകളുടെയും സംഘടനകളുടെയും അപ്പീലുകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഞാൻ നല്ലപോലെ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്നാണ് പൗലോസ് എഴുതി അറിയിച്ചത്. ഇത് പല വിശ്വാസികളുടെ ഹൃദയത്തിലും ഒരു ആശങ്കയ്ക്ക് ഇടയാക്കി. ഓടിയില്ലെങ്കിലും പൊരുതിയില്ലെങ്കിലും കിരീടം വാങ്ങാൻ തയ്യാറാണ് ഭൂരിപക്ഷം. ഫലം എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. ലോകമുത്തച്ഛനായ മെതുശലേഖ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാനം പിടിച്ചു. പ്രായം കൂടുന്നത് തടയാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാർ. എല്ല്, പല്ല് എന്നിവയ്ക്ക് യാതൊരു ക്ഷതവും ഇല്ലാത്തതിനാൽ കോൾഗേറ്റ് ഹോർലിക്സ് പരസ്യങ്ങളിൽ ഇടം നേടുമെന്നും സൂചനയുണ്ട്. കല്ലറയ്ക്കുള്ള മാരത്തോണിൽ യോഹന്നാൻ സ്വർണം. കർത്താവിനെ കല്ലറയിൽ കാണുന്നില്ലെന്ന വാർത്ത അറിയിച്ചത് മറിയാണ് മാരത്തോൺ ഓട്ടം തുടങ്ങിയത്. വാശിയേറിയ മത്സരമാണ് യോഹന്നാനും പത്രോസും തമ്മിൽ നടന്നത്. പത്രോസ് ഓടാൻ മിടുക്കനായതുകൊണ്ട് വാശിക്ക് കുറവില്ലാത്തതിനാലും എല്ലാവരും പ്രതീക്ഷിച്ചത് പത്രോസിന്റെ വിജയമാണ്. എന്നാൽ അമ്പരിപ്പിച്ച പ്രകടനമായി യോഹന്നാൻ കാഴ്ചവെച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ട് പ്രിയങ്ക. ലൈൻ കട്ടായി തോന്നുന്നു. യോഹന്നാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നാണ് പ്രിയങ്ക നമുക്ക് നൽകിയ വിവരം. 40 രാവും 40 പകലും പെയ്ത മഴയിൽ വൻ ജലപ്രളയം. പെട്ടകം പണിത് രക്ഷപ്പെട്ടെങ്കിൽ തന്റെ വിശ്വാസം തന്നെയും കുടുംബത്തെയും രക്ഷിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത നോവയുടെ പെട്ടകം ആകാശപർവ്വതത്തിൽ ഉറച്ചു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. മിസ്രൈമിൽ കൽമഴ. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. മിസ്രൈമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൽമഴ ഉണ്ടായതിനെ തുടർന്ന് വൻ കോലാഹലം നടന്നതായി റിപ്പോർട്ട്. ആട്, മാട്, കോഴി, ചേന, വാഴ, കപ്പ തുടങ്ങി എല്ലാത്തിലും വൻ നാശം. എത്ര കോടി നഷ്ടമെന്ന് കണക്കുകൂട്ടിയ ഫറവോന് വട്ടായതായും സൂചനയുണ്ട്. വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാദേശിക വാർത്തകൾ. ഒക്ടോബർ 2, 13 യൂത്ത് ട്രെയിനിങ് മീറ്റിംഗ് ഭംഗിയായി പര്യവസാനിച്ചു. ഗംഭീരമായ യൂത്ത് ട്രെയിനിങ് മീറ്റിംഗ്. ഉച്ചഭക്ഷണം ആസ്വദിച്ച യുവക്കൾ വീട്ടിൽ പോകുവാൻ ഒരു മടി. എല്ലാ ആഴ്ചയും ഇങ്ങനെയായിരുന്നെങ്കിൽ സഭാ ഹാളിൽ കസേരകൾ ഒഴിവുണ്ടായില്ലായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടു.
ജിആർഡിയിലും PSCയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വൻ വിജയം. ഇവരുടെ വിജയത്തെ കോയമ്പത്തൂർ പ്രധാന അസംബ്ലി വൻ ആഘോഷമായി മാറ്റി വിജയിച്ചവർ പ്രാർത്ഥിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2013 ഡിസംബർ 15 ചരിത്രമാകുന്നു. കോയമ്പത്തൂർ പ്രധാന യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ യാപ്പ 2013 വൻ വിജയകരമായി വേലു ഗ്രാൻഡ് ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്പോർട്സ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലിറ്റിൽ കിഡ്സ്. സോഫയിൽ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ ഏകദിന ക്രിക്കറ്റിൽ ഇസ്രായേലിന് 4 വിക്കറ്റ് ജയം. ഓവറിലെ അവസാന 4 ബോൾ ബാക്കി നിൽക്കുകയാണ് ജയം. 5 ബോൾ ഉണ്ടായിരുന്ന ബൗളർ ദാവീദിന് ആദ്യ ബോളിൽ തന്നെ ഫിലിസ്തീനയുടെ ക്യാപ്റ്റനായ ഗോലിയാത്തിനെ ക്ലീൻ ബൗൾഡാക്കാൻ കഴിഞ്ഞു. ദാവീദാണ് മാൻ ഓഫ് ദി മാച്ച്. കാലാവസ്ഥ. വിശ്വസിയുടെ ആത്മീയ മാന്ദ്യം തുടരുന്നു. ശക്തിയുടെ പിന്മാറ്റം പല സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടു. ആത്മീയ ജീവിതത്തെ തുടരുന്നവർ സൂക്ഷിക്കുക. പിശാചിന്റെ ശക്തിയേറെ കാറ്റ് വീശാൻ സാധ്യത. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാന വാർത്തകൾ. എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഷണ്ടനെ മുക്കിക്കൊല്ലുവാൻ ശ്രമം നടന്നതായി ആരോപണം. മുകളിൽ നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ച യുവാവിന് ജീവിതത്തിലേക്ക് അത്ഭുത തിരിച്ചുവരവ്. വിലക്കപ്പെട്ട പണം പറിച്ചു തിന്നവർ പിടിയിലായി. പ്രായത്തിൽ സെഞ്ചുറി നേടിയ അബ്രഹാമിന് ഇരട്ടി മധുരവുമായി ഒരു ആൺകുട്ടി പിറന്നു. ആശംസകൾ അറിയിപ്പാൻ വൻ ജനവലി. പേർഷ്യൻ സുന്ദരി പട്ടം ഇത്തവണ ഇസ്രായേൽക്കാരി അസ്തറിന്. അബ്രഹാം കോടിപതിയായി ലക്ഷപ്രഭുവായ ലോകത്തിനെ മറികടന്നാണ് അബ്രഹാമിന്റെ ആസ്ഥാനത്തിന് അർഹനായത്. നീതിയുടെ കിരീടം തനിക്ക് അർഹതപ്പെട്ടത് എന്ന അവകാശവാദവുമായി പൗലോസ് രംഗത്ത്. മുത്തച്ഛനായി മെതുസലേഖന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചു. കല്ലറയിലേക്കുള്ള മാരാത്തോണിൽ യോഹന്നാൻ സ്വർണം. 40 രാവും 40 പകലും പെയ്ത മഴയിൽ വൻ ജലപ്രളയം. ഒരു കുടുംബം മാത്രം അതിശയകരമായി രക്ഷപ്പെട്ടു. ഇസ്രായേലിൽ കൽമഴ. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വൻ നാശനഷ്ടമുള്ളതായ റിപ്പോർട്ട്. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ കോയമ്പത്തൂർ പ്രധാന അസംബ്ലിയിലേക്ക് അനുവദിക്കും. My name is Neha Rose Simon. Kukrishu ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പല ആൾക്കാരുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടെന്ന്. Anyway, I hope you have all liked the previous week's Kukrishu and thank you for mailing to us with suggestions and opinions. Today we have got 2 experts cook with us and I would like to welcome both of them. They are Miss Ellen Charlie and Miss Mahima Roy. 2 special items ആണ് ഇവർ ഓരോരുത്തരും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. So first നമുക്ക് Ellen Charlie ചോദിക്കാം. എന്താണ് ഇത് സ്പെഷ്യൽ ഐറ്റം? ഇന്ന് ഞാനൊരു രസമാണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രസമാണ് എലൻ ചാർലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹിമയ്ക്ക് എന്താണ് പ്ലാൻ? ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്. ഇറ്റ്സ് മിൽക്ക് ഷേക്ക്. സോ ഫസ്റ്റ് നമുക്ക് രസം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. സോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ഇത് നല്ല വെളുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ഇത് ഒത്തിരി ആഡ് ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് ഫുൾ പോകും. സോ ബി കെയർഫുൾ while adding it. ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. അസൂയാണ് ഈ രസത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അസൂയ ആഡ് ചെയ്ത് നമുക്ക് ഈ രസം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തേയില്ല. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ആഡ് ഈ പറയുന്ന അസൂയ. മദ്യപാനം, വെറുക്കൂത്ത്. ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. അപ്പോൾ നമ്മൾ രസത്തിന്റെ ലിസ്റ്റ് കണ്ടു. ഓഫ് കോഴ്സ് ദ ലോങ് ലിസ്റ്റ്. നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഓക്കേ, ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? വെറുക്കൂത്ത് ആഡ് ചെയ്യാം. ഒരു 1 സ്പൂൺ മതി. അതിലേക്ക് ഇനി ഇറക്കിക്കൊണ്ടിരിക്കണം. ഇറക്കിക്കൊണ്ടിരിക്കണം. ഇതിനെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. കളർ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ജാരശങ്ക ആഡ് ചെയ്യാം. ഒരു 1 സ്പൂൺ മതിയായിരിക്കും. ഇതൊന്ന് വഴങ്ങണം. ഇതിനകത്തോട്ട് നമുക്ക് ആഭിചാരം ആഡ് ചെയ്യാം. വിചാരം ആഡ് ചെയ്യാം. 2 പീസസ് മതിയായിരിക്കും. ഇത് നല്ലപോലെ വഴങ്ങണം. അടി പറ്റാത്ത ആഡ് ചെയ്യാൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തോട്ട് നമുക്ക് ഇപ്പൊ വഴങ്ങല്ലോ. ഇതിനകത്ത് നമുക്ക് ദുർനടപ്പ് കൈകൊണ്ടൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിന് ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നമുക്കൊരു 1/2 സ്പൂൺ ദുർനടപ്പ് ആഡ് ചെയ്യാം. ഹാഫ് സ്പൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനിത് മുക്കുന്നതിന് ഹൈ സ്റ്റേജിൽ ഇരിക്കുന്നത് തന്നെയാണ്. ഇനി പക ഒരു 1 സ്പൂൺ ആഡ് ചെയ്യാം. പിണക്കം ഒരു 1 സ്പൂൺ ആഡ് ചെയ്യാം. തീരുന്ന വരെ
യെസ്, നമ്മുടെ ശ്രീ മതിമായിട്ട് നല്ലപോലെ കഴിയണം. ഇതിനുശേഷം നമുക്ക് സ്മൂത്തല്ലോ നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. തിളക്കരുത്, ജസ്റ്റ് ആവി വന്നാൽ മാത്രം മതി. തിളക്കരുത്, ആവി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഗന്ധപക്ഷം ഒരു ഗന്ധപക്ഷം ഇച്ചിരി 2-3 ചെയ്യാം. ഭിന്നത ഒക്കെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഭിന്നത ആഡ് ചെയ്യാനൊന്നും നമുക്ക് ഉണ്ടാക്കാനേ പറ്റില്ല. മണമൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ജാതിശങ്ക ആഡ് ചെയ്യാം. ജാതിശങ്ക പോലെ ഫുൾ നേരത്തെ ഓർപ്പിച്ച പോലെ ജാതിശങ്കയുടെ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആവി വന്നു, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ രസം. നമ്മുടെ രസം ഇത്രയായി കഴിഞ്ഞു. നമുക്ക് ഇത് നല്ലൊരു ചേർന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം സ്നേഹം. ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. സോ ഇത് ക്വാണ്ടിറ്റി ഒട്ടും കുറയാൻ പാടില്ല. ഓക്കെ, ഇത് ഏത് ബ്രാൻഡിലാണ് അവൈലബിൾ? ഇത് മാർക്കറ്റിൽ പല ബ്രാൻഡിലാണ് അവൈലബിൾ. പക്ഷെ നമ്മൾ ഈ ഷേക്കിൽ യൂസ് ചെയ്യുന്നത് അഗപ്പെ ബ്രാൻഡാണ്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ദി ബ്രാൻഡ് നെയിം അഗപ്പെ. സെക്കൻഡ് സന്തോഷം. തേർഡ് വൺ സമാധാനം. ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇത് മായമില്ലാത്തതായിരിക്കും. സോ ഇറ്റ്സ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ദീർഘക്ഷമ. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ദീർഘക്ഷമ. ദയ. ഇത് തക്കത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണ്. ബിക്കോസ് ഇറ്റ് ഗെറ്റ് മെൽറ്റഡ് സ്മൂത്ത്. ഓക്കെ ഫൈൻ. പിന്നെ പരോപകാരം ഞാൻ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ വിശ്വസ്തത. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഷേക്കിൽ ദിസ് ഇസ് മസ്റ്റ്. സോ ഫോർ ദ ഗുഡ് റിസൾട്ട് വി ഷുഡ് ആഡ് ഈ പറയുന്ന വിശ്വസ്തത മറക്കരുത്. സൗമ്യത. ഇത് അട്രാക്ഷന് വേണ്ടി. അത് പിന്നെ ആരും മറക്കത്തില്ല. ക്ലാസ് ഇന്ദ്രിയജയം. So ingredients, we have seen a valuable list of ingredients. നമുക്ക് ഇനി താമസിക്കേണ്ട പ്രിപ്പറേഷനിലേക്ക് പോവാം. So first of all, what are you going to do? നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ദീർഘക്ഷമ ആഡ് ചെയ്യാം. 1 ബൗൾ. അത് കഴിഞ്ഞിട്ട് സ്നേഹം 1 ബൗൾ. 1 ബൗൾ ആഡ് ചെയ്തു. Plus, next സന്തോഷം 2 or 3 teaspoon. പിന്നെ നമുക്ക് വിശ്വസ്തത ഒരു 5 to 6 പീസസ് ആഡ് ചെയ്യാം. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പരോപകാരം. പിന്നെ ഇന്ദ്രിയജയം ഒരു 3 ടീസ്പൂൺ. പിന്നെ അറ്റ് ലാസ്റ്റ് സമാധാനം 1 ബൗൾ. ഓക്കെ, നമ്മളുടെ ഇപ്പം ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിപ്പം മിക്സ് ചെയ്യാം. നോക്കി ചിരിക്കുന്നുണ്ട്. നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിപ്പം ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ അറ്റ് ലാസ്റ്റ് സൗമ്യത. നിങ്ങൾക്ക് എല്ലാവർക്കും മിൽക്ക് ഷേക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. For that we have got a very special guest and I would like to call Miss Nancy and George.
നാൻസി ഞങ്ങളുടെ രസവും മിൽക്ഷേക്കും പ്രിപ്പയർ ചെയ്ത് കണ്ടിട്ടല്ലേ? സോ ഏതാ പ്രിഫർ ചെയ്തത് ടേസ്റ്റ് ചെയ്യാൻ? ഞാൻ ആദ്യം രസം ടേസ്റ്റ് ചെയ്യാൻ യു ഷുഡ് നോട്ട് ഓൺലി ടേസ്റ്റ് ബട്ട് ഒപ്പീനിയൻസ് പറയണം. ഓക്കെ, സോ അത് രസമാണോ? സോ അതിന് കുറച്ച് പുളി ഏതൊക്കെ ആവട്ടെ. സോ രസം ടേസ്റ്റ് ചെയ്യാം. അശുദ്ധിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മല്ലിയിലെയാ താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിന് മദ്യത്തിന്റെ മണം വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനൊരു മദ്യത്തിന്റെ മണം വരുന്നത്. അതുപോലെ തന്നെ ഈ മല്ലിയിലയുടെ ടേസ്റ്റേ മാറിപ്പോയി. ഇതിന് ആ മദ്യമാണ് ഇതിൽ എടുത്തു നിൽക്കുന്നത്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഷാട്ടി നിറഞ്ഞതായതുകൊണ്ടാണ് ഇത് തമ്മിൽ വേറിട്ടതാണ്. പിന്നെ താങ്കൾ അതാണെങ്കിൽ ഒത്തിരി സ്പൈസി ആയിട്ട് ഇത്രയും സ്പൈസി ഒരിക്കലും ആവാൻ പാടില്ലായിരുന്നു, പക്ഷെ ഭയങ്കര സ്പൈസിയാ. പിന്നെ വെള്ളം, അതായത് പക നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഇതിന്റെ കൂട്ടും രണ്ടും പറയാനേ പറ്റില്ല. വെള്ളം മേളിലും ഇത് താഴെയായിട്ടാണ് കിടക്കുക. സോ എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് തരാൻ പറ്റില്ല. എപ്പോഴും എനിക്ക് നെഗറ്റീവ് പോയിന്റ്സ് തരാൻ കഴിയും. സോറി. ഒരിക്കലും ഇല്ല. സൂപ്പർ. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ വിശ്വസ്തത ആഡ് ചെയ്തിട്ടുണ്ടോ? ഇതെന്ന് പറയാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ഈ സൗമ്യത ഇത് രണ്ടും കൂടി കലർന്നപ്പോഴാണ് ഇത് നല്ല അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എന്താ പറയുക, സ്നേഹത്തിന്റെ ഒരു പ്രതീകം തന്നെയായിട്ട് തോന്നുന്നു. വളരെ നന്നായിട്ടുണ്ട്. താങ്കളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പാകത്തിനും നന്നായിട്ട് താങ്കൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മഹിമ താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് താങ്കളുടെ മിൽക്ഷേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു നാൻസി ഫോർ ദ ഒപ്പീനിയൻ. സോ നമ്മുടെ മിൽക്ഷേക്കും രസവും ഒന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ എല്ലാവരും കണ്ടു, ഒരു ടേസ്റ്റ് ചെയ്തു, ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ജഡ്ജ് പറഞ്ഞതനുസരിച്ച് മിൽക്ഷേക്ക് ആണ് ദ ബെസ്റ്റ് ഡിഷ്. ഓക്കെ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഡിഷ് നിങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കാൻ മറക്കേ വേണ്ട. ആൻഡ് പ്ലീസ് ഡു നോട്ട് ബി ലേറ്റ്. ആൻഡ് നിങ്ങൾ ഇതിന്റെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഐഡിയ, യു ക്യാൻ യൂസ് ദിസ് ബുക്ക്. The name of this book is Holy Bible. Galatians chapter 5 verse 19 to 21 and 20 to 23 says about all the ingredients which is needed to make the dish which you prefer. So, prepare ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ നമ്മുടെ കുക്കറി ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ us to wind up the cookery show. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും ഞാൻ കഴിക്കാൻ മറക്കണ്ട. And the address is www.ariyadyapa.com. Hereby, Sneha Rose signing out. Have a nice day. Bye bye. രസം അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽക്ഷേക്ക് ആരും കുടിക്കുന്നില്ല. അപ്പോ ഇനിയുള്ള നാളുകളിൽ ഈ മിൽക്ഷേക്ക് കൂടുതൽ കുടിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രസം അങ്ങ് പരമാവധി ഒഴിവാക്കാം. ഈ രസം നമുക്ക് വലിയ രസമായിരിക്കും, പക്ഷെ അതെല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആ രസമൊക്കെ അങ്ങ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രസം നമുക്ക് ഒഴിവാക്കി മിൽക്ഷേക്ക് നമുക്ക് കുടിക്കാനായിട്ട് ഇടവരുത്തട്ടെ. ഇതിന്റെ സാമ്പിൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളും അവരെ സമീപിച്ചാൽ അത് ലഭ്യമായിരിക്കും. ഞാൻ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചു. ഇത്രയും പ്രിപ്പറേഷൻ ഒക്കെ അവരുടെ വീട്ടിൽ ചെയ്തിരുന്നെങ്കിൽ സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കി അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാമായിരുന്നു. ഇന്നേ വരെ അടുക്കള കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് കുക്കറിഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ നല്ല പ്രാർത്ഥിക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് കയറാം. Kezia and Danny with history behind the hymns. Praise God. Praise God. Okay. Well, I thank the Lord as well as the brothers here for providing us this opportunity to stand before you all and presenting Yafa 2013. Not wasting any more time. As you see on the slide, program is titled History Behind Hymns. We sing a lot of songs, don't we? All of us, each and every one of us, we sing, we enjoy singing songs. But do we ever take time to think about the background of that song or the person who ever wrote it? Do we even take time to find out who wrote that song?
most people don't. But when we not just singing the song, when we take a look at the background of that particular song, we can ponder on various situations that they went through and realize how small we are. So our first song that I selected for today is All Hail the Power of Jesus' Name. That is, everybody knows this song. It's written in pretty much every language on the planet. It's Mahona Janam Eshuve, that's the Malayalam version. Well, about this song. This was written by Reverend E.P. Scout. He was a missionary living during lived during the 1800s at the prompting of the Holy Spirit, but against the advices of his fellow members and his friends. He went to visit a remote village. He was determined to share the word of God there. Several days into his journey, Scott was met by a large group of warriors who quickly surrounded him, each pointing a spear into his heart. He expected to die. He expected to die. Scott made a decision to use his last few breaths to glorify God, and hopefully stir something out, within the hearts of the people who were around him. He took out his violin, and this particular violin, he used to carry it everywhere, anywhere and everywhere he goes, he carries it along with him. And he began to play and sing, All Hail the Power of Jesus' Name, in the native language of the warriors. After singing the first stanza, the second stanza, third, he went on singing with his eyes closed. But Scott, after singing the fourth stanza, realized that he was still standing alive in midst of those tribal people. They had only one intention to kill him, but every single spear that those tribal people were holding, they put it down listening to the song that he sang. This song has been known as the national anthem of Christendom. It was written by Reverend Edward Perronic, and the music was composed by Oliver Holden. This song has been almost translated in every language throughout the world. This is one of the songs that we all sing for every Sunday worship that we can. Every single word has saved the life of a man, a missionary who wanted to serve our God in heaven. This proves to us that anything, even a small line that you sing, can change millions of people on earth. And today we would like to sing this song and have the feeling of what he felt like. Lover of my soul, let me to thy bosom fly. I guess everybody knows that song.
Okay, this particular song was written by Charles Wellesley and his big brother, Brother John. They were the founders of Methodist Church. The Methodist, this period was a great change in the Christian church, the whole history thing. On one particular occasion in 1740, Wellesley was preaching in the fields of a parish in Ireland when he was attacked by men who did not approve of his doctrines. He escaped to a farmhouse where farmer's wife hid him in the milk house. When the mob approached her home and demanded the fugitive, the brave Christian lady quieted them temporarily with refreshments. While Charles would be captors, they were eating and planning their next move. She snuck out of the milk house and directed Wesley to go through a rear window to hide under a hedge. From his hiding place, which was situated under a quiet babbling brook, Wesley could hear the movement and angry voices of the people who wanted to kill him. He settled back into the hedge to await their departure. He filled his waiting time by composing a hymn, and this hymn was Jesus, Lover of My Soul. Over the years, several musicians, they have written to accompany this song. This is a very similar to the one that we see by Rahab. She did the same thing to save two people of God, and the very same thing was done by a lady in life. So we see that if you read every story, how you can be of help in practical life to other people to save our missionaries in Christ. And we generally, when we are in trouble, we do not have the patience to think what we can do, or we do not have the patience to even plan what's our next move. But we see that God has told us, in your trials, in your sorrows, you have to learn to rejoice if you are my child. And this man did the very same thing. He rejoiced in his trial that he was being put through. He wrote a song for the Lord that he has made. And today we'd like to sing this song, Jesus, Lover of My Soul. Jesus, lover of my soul, let me to thy bosom fly. While the nearer waters roll, while the tempest careth on, hurry, oh my Savior, till the storm of life is turned, safe into the heaven down. Oh, receive my soul at last. ദൈവത്തിന കണ്ടൊരു the next song we have in line is a very familiar one. What a friend we have in Jesus. But I hope some at least sitting here would have heard the story behind. This particular song was written by Joseph M. S. He was Irish born. He was 25 years and in love and to be married. So their marriage was fixed. But the day before his wedding, his fiancée died in a very tragic drowning accident. Heartbroken,
Joseph sailed from his home island to start a new life in Canada. While in Canada working as a teacher, he fell in love again. He became engaged to Eliza Roche, a relative of one of his students. Once again, Joseph's hopes and dreams were shattered when Eliza became ill and died before the wedding could take place. So look at the series. He was engaged to a particular girl initially whom he loved. She died. The second time the same thing happens. You can well imagine the kind of feeling, what kind of stress that person would undergo. Although one can only imagine the turmoil with this young man, history tells us that what led him forward was his faith in God. Soon after Eliza's death, Joseph joined Plymouth Brethren life, giving all his time, money, even clothes of his own back to help the less fortunate and spread love and compassion of Jesus wherever he went. Around the same time that Eliza died, Joseph received word from Ireland that his mother was ill. He could not go to be with her, so instead he wrote a letter of comfort. He enclosed one of his favorite poems which said, "What a friend we have in Jesus." Years later, he was sitting with his friend Joseph. As he was very ill, during this time, the friend was very impressed. He ran across all his poems and he found this very poem that said, "What a friend we have in Jesus." As a result of their meeting or friendship, after 30 years of his letters of comfort that he wrote to his mother, Joseph's poems were published in a book called Hymn and Other Verses. Soon after that, many musicians joined in to give tune to all these poems. After Joseph Scriven's death, the citizens of Port Hope, Ontario, Canada, where he gave so much of himself, erected a monument to his life. The seemingly sad and obscure life of one man resulted so many lives being uplifted. Both in his own time and years later, there were beautiful and comforting words of what a friend we have in Jesus. In Jesus, all our sins and griefs to bear. Oh,
First of all, a lot of mistakes in this, apparently because both of us have been having cold from the last 3-4 days. We can never say no to Jeetu Chacha. That's the only reason that you fall sick or you're even on your deathbed. You will want to just get up and do it for somebody who's given responsibility. So we'd like to thank each one of you all for giving us this opportunity. First of all, Jeetu Chacha, thank you so much. ആർക്കും ഇന്നത്തെ ശരിക്കും പാടിക്കളെ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും കുളമാകുന്ന ഉറപ്പായിരുന്നു. ആത്മീയ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണാവോ ഇവരുടെ ആത്മീയത? ഇവിടുത്തെ അമ്മച്ചിയുടെ പേര് തന്നെ പ്രത്യാശ അമ്മച്ചി എന്നാണ്. ഈ ആത്മീയത നിറഞ്ഞ കുടുംബത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ആത്മീയ കുടുംബം എന്ന് വിളിക്കപ്പെടുന്ന ഭവനത്തിലെ പ്രത്യാശ നിറഞ്ഞ അമ്മച്ചിയും അവരുടെ സോ കോൾഡ് ആത്മീയരായ മക്കളെയും പരിചയപ്പെടാം. രാവിലെ തന്നെ വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലേ? മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. മടിയന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ വരുത്തിയുണ്ട്. എടി അന്നാമോ, തുടങ്ങി. എടി അന്നാമോ, എന്നാ അമ്മച്ചി ചുമ്മാ തൊള്ള വന്നോണ്ടിരിക്കുന്നത്? നീ അവിടെ എന്നായിരുന്നു അടി? ഒരു ചായ എടുത്തോണ്ട് വാ. ഈ പാട്ടുപുസ്തകത്തില് പാട്ടൊന്നും കാണുന്നില്ലല്ലോ. ഒരെണ്ണം കിട്ടി. വാഴ്ത്തുക നീ മനമേ എൻ പരനേ. എടി അന്നാമോ, എന്തോരം നേരമായി ഒരു ചായ എടുക്കാൻ തുടങ്ങിയിട്ട്? ഇനി ഉണ്ടാക്കിയില്ലേടി? എന്റെ കർത്താവ്, ഇതൊരു വലിയ ശല്യമായല്ലോ. വാഴ്ത്തുക നീ മനമേ. കൊണ്ടുവന്നോ? അയ്യേ, എന്തൊരു ചായ! മധുരമൊന്നും ഇല്ലല്ലോ. പോയി മധുരം ഇട്ടോണ്ട് വാ. 10-20 വയസ്സായി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഈ പാട്ടിനെ എന്തോരം നേരം പാടണ്ടേ? എന്തൊരു ചായ! മധുരിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഷുഗർ പേഷ്യന്റ് എന്നൊക്കെ അറിഞ്ഞോളേടി. നീ ആദ്യം ഒരു ചായ ഉണ്ടാക്കാൻ പഠിക്കും. വലിയ വർത്താനം പറയുമോ? ഹലോ മോനെ, എന്തുവാടാ? Hello, Amachi, how are you? Oh, ഒന്നുമില്ല അമ്മച്ചി. അമ്മച്ചി, ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കോ? ഓക്കെ. നീ വരുവാണോ? ഞാൻ വേഗം പാടാം. ശരി അമ്മച്ചി, ബൈ ബൈ. ശരി ശരി. എടി അന്നാമോ, എന്റെ മോൻ വരുന്നോടി. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ.
പോകാൻ സുഖമായിരുന്നു. ഇവിടെ എന്തൊരു ചൂട്. കുടിക്കാൻ വല്ലതും വേണോ? ഇവിടെ ഈ റെഡ് ബുൾ അല്ല ഈ പെപ്സി അങ്ങനത്തെ വല്ലതും കിട്ടാറുണ്ടോ? ഓ പച്ചവെള്ളം എന്തിനാ കൊണ്ടുപോവാ? ഓ ആണെച്ചി ഞാൻ ഭയങ്കര ടയർഡായി. രാത്രി ഭയങ്കര ടയർഡുമായിരുന്നു. പിന്നെ സംസാരിക്കും. ശരി മോനെ, നീ കിടന്ന് ഉറങ്ങും. ഓക്കെ അമ്മച്ചി, ബൈ. ഓ പിള്ളേർക്ക് എന്താ ഗ്രാമ. ഇനി എന്താ നാട്ടിലെ വിശേഷം എന്നറിയാം. എന്റെ ഭർത്താവ് സ്വർണ്ണം അടിച്ചോണ്ട് പോയിരുന്നോ? എനിക്ക് അങ്ങനെ തന്നെ വേണടി. അമ്മച്ചി അമ്മച്ചി ദുബായിലെ മരുമോള് വരുന്നുണ്ടെന്ന്. ഓ അവള് വരുന്നുണ്ടോ? എല്ലാം എടുത്ത് വെക്കും. കൽപ്പിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദൈവമേ. അമ്മച്ചി പറയ് പറയ്. ഓ സുഖം തന്നെ. നിനക്ക് സുഖം തന്നെ അല്ലേ? പോകുന്ന അമ്മച്ചി. എന്റെ മോനെ കേടി അച്ഛൻ പുറകെ വരുന്നുണ്ട്. പോ. എന്റെ കർത്താവേ, ഇനി എന്തൊക്കെയാ പുകിലാണാവോ നടക്കാൻ പോകുന്നത്. ഒരു പരിപാടിക്ക് വേണ്ടി അമ്മച്ചിയെയും കുടുംബാംഗങ്ങളെയും ഒന്ന് അഭിമുഖം ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾ അമ്മച്ചിയെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ കുടുംബം നല്ല ആത്മീയമായ കുടുംബമാണെന്നും ഇവിടെ എല്ലാവരും നല്ല സ്നേഹത്തിലാണെന്നൊക്കെ. ശരിയാണോ അമ്മച്ചി? സത്യമായിട്ട് നിങ്ങൾ കേട്ടത്? എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്നാ സ്നേഹമാണെന്നറിയോ? അതുകൊണ്ടല്ല അമ്മച്ചി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അമ്മച്ചിനെയും അമ്മച്ചിയുടെ മക്കളെയും മരുമക്കളെയും ഒന്ന് കാണാനാ. എന്തിനാ അവര് വിളിക്കാമോ? വിളിക്കാം. എടി അന്നാമോ, എടാ മക്കളൊക്കെ മക്കളെ ഓടി വാടാ, മക്കളെ ടിവിക്കാരെ വന്നേക്കുന്നു. എന്നാ അമ്മച്ചി? ഇതെന്റെ മോളാ, പേര് അന്നാമ. ഇവിടെ വലിയ പഠിപ്പാ. 12ാം ക്ലാസ് 4ാമത്തെ വർഷം പഠിക്കുന്നത്. പത്രോസേ. എന്റെ മൂത്ത മോനാ, അത് അമേരിക്കന്നാ. പേര് പത്രോസ് എന്നാ. എന്നാടി ഗോര? പോയി മോഹം കഴുകിട്ട് വാ. യേശുരാവ് ദുബായിന്ന് വന്നേക്കട്ടാ. മത്തായി പോര്. അതെന്റെ 2ാമത്തെ മോനാ. ദുബായിന്ന് വന്നേക്കില്ല. പിന്നതെന്നെ മരുമോള്. അമ്മച്ചി പ്രേക്ഷകർക്ക് വേണ്ടി അമ്മച്ചിയുടെ പേരൊന്ന് പറയാമോ? എന്റെ പേരോ? നാദനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? അമ്മച്ചി നല്ല പാട്ടുകാരിയും കൂടാണ്. എന്തൊക്കെ കാണാൻ കിടക്കുന്ന മക്കളെ. അമ്മച്ചിയുടെ നാടേതാ അമ്മച്ചി? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ശരിക്കും ദേശം ഏതാ അമ്മച്ചി? അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അമ്മച്ചി ഞങ്ങൾ അപ്പച്ചനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ അപ്പച്ചനെ കുറിച്ച് എൻ പ്രിയനെ പോൽ സുന്ദരനായാലും കാണുന്നില്ല, മേലയും ഞാൻ കാണുകയില്ല. അപ്പച്ചനെങ്ങനെ അമ്മച്ചിനെ നന്നായി നോക്കുമായിരുന്നു? എൻ പ്രിയൻ ബാലങ്കാരത്തിൽ പീഡിച്ചെന്നെ നടത്തിടുന്നു. ഈ കുടുംബാംഗങ്ങളുടെ ചില ചോദ്യം. I think you are the one from US. Yeah, exactly. May I know the reason behind you moving to US?
Well, the reason exactly why I went to US was I want to pursue my education over there. Okay. And when I went there, I fell in love with the country, the culture, the lifestyle, etc. And that's why I prefer to stay over there. Yeah. You're from Dubai, right? Yes, right. Yes, right. ദുബായ് പോകാൻ കാരണം എനിക്ക് ശരിക്കും കേരളമൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് അത് മാറ്റി കുറച്ച് എന്റെ ജീവിതം. അമ്മച്ചി തമ്മിൽ ഭയങ്കര സ്നേഹം. ഞാൻ പൊറുതി കൂട്ടി. ഞാൻ പറഞ്ഞു ഇവളെ കൊണ്ട് കണ്ടില്ലേ കോലം പശു ശവരക്കണ പോലെ അരച്ചോണ്ടിരിക്കുന്നത്. ഈ സ്നേഹ കുടുംബത്തിലെ ഹലോ എടാ ഇവിടെ ആ ബ്രാൻഡ് ഒന്നും കിട്ടത്തില്ല. ഇവിടെ ഈ സാധാരണ ബഗാഡി അങ്ങനത്തെ കിട്ടത്തുള്ളൂ. Is that enough for you? Okay, ശരി. ബിസിനസിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ സ്നേഹ കുടുംബത്തിലെ മരുമകളോടൊരു ചോദ്യം. ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു? മരുമകൾ അമ്മച്ചിയെ കുറിച്ച് എന്ത് പറയുന്നു? ഏത് നേരത്തും പിശാചികൾ അമ്മച്ചി നിങ്ങളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് കേട്ടു, ശരിയാണോ? വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ദിനംപ്രതി അമ്മച്ചി ഒരു സ്പെസിഫിക് ടൈം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ. ആര് പ്രാർത്ഥിച്ചു? എപ്പോ പ്രാർത്ഥിച്ചു? ഒരു പ്രാർത്ഥന. എന്റെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ? എടാ അവിടെ നിലയ്ക്ക് നോക്കി എന്റെ സ്വഭാവം ആർക്കട്ടോ. പിന്നെ മാറിട്ടുണ്ട് കണ്ടില്ല. കീഴാണ്. Oh my God! All the time അമ്മാമ്മ and മാറുവാളിന്റെ ആത്മാവ് ചേർന്ന രീതിയിൽ ഇരിക്കുക. ഇനി എന്തിനൊക്കെ പുതിയതാണോ സംഭവിക്കുന്നത്? നോ എന്നെ മാത്രം വെച്ചാൽ മതി. ഇവിടെ വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നീ നടക്കുന്നോളെ. എന്തൊരു കുടുംബമാണോ ഇത്? ഇത് പുറമേ ഉള്ള ഒരു ഷോ മാത്രമുള്ള എവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇതെങ്കിലും ഗുണമുണ്ടായിരുന്നല്ലോ. അമ്മച്ചി ഇത് അമ്മച്ചിക്ക് മാത്രമുള്ളതല്ല, ഞങ്ങൾക്ക് കൂടെ എനിക്കുള്ളതാ. എല്ലാവർക്കും ഉള്ളതാ, എനിക്കുള്ളതാ. ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നില്ല. പുറമേ നല്ല ആത്മീയരെന്ന് തോന്നിയാലും ഇവരുടെ ഉള്ളിൽ ഒരു യൂണിറ്റിയും ഇല്ല എന്നതാണ് സത്യം. നമ്മുടെ ഇടയിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്യു 5:16 ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാം ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് വെച്ച് വെളിച്ചമായി ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കാൻ വലിയനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യാഫ ചാനല് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ കുടുംബമായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് SMS അയക്കൂ. SMS അയക്കേണ്ട ഫോർമാറ്റ് നെയിം സ്പേസ് അഡ്രസ് സ്പേസ് ഫോൺ നമ്പർ 258585. ആദ്യം അയക്കുന്ന 3 ആൾക്കാരുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. David exhorts us to praise God with 10-string instruments and organs. We have with us Christy Roy to perform a sensational instrumental with her violin.